കുറെ പുതിയ ആശയം, ഇമാമിങ്ങൾ പഠിപ്പിക്കാത്ത ആശയം. റാഫിളത്ത് എന്ന് പറയുന്ന കക്ഷി, അവരിൽ ഒരു വിഭാഗത്തെ സംബന്ധിച്ച് അബ്ദുൽ ഖാഹിർ അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അൽ ഫർഖ് ബൈനൽ ഫിറഖ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി. അവരുടെ കൂട്ടത്തിൽ ഒരു കൂട്ടരുണ്ട്. ആരാണത്? അവര് വാദിക്കുന്നു അല്ലാഹു തആല ഖലഖൽ ഖൽഖ, സൃഷ്ടികളൊക്കെ അല്ലാഹ് പടച്ചു, എന്നിട്ടോ ഫവ്വല തദ്ബീറൽ ആലമി ലി അലിയിൻ, ലോകോട്ടാകെ നിയന്ത്രിക്കാൻ അലി ഇബ്നു അബീ താലിബിനെ ഏൽപ്പിച്ചു. ഫഹുവൽ ഖാലിഖു സാനി, അതുകൊണ്ട് അലി ഇബ്നു അബീ താലിബ് രണ്ടാം പടച്ചവനാണ്. ഇത് വാദിച്ചവരാണ് റാഫിളത്ത്, പിഴച്ചുപോയവരാണ്. അസ്സലാമു അലൈക്കും. ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ ചെറിയ ഭാഗം ഇസ്മായിലേ എൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളത്, ഇസ്മായിൽ VCയുടെ വീഡിയോ ആണ് അതിന് എടുത്തിട്ടുള്ളത്. നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അതായത് മൊബൈലിൽ കാണിക്കുക, ടാബിൽ കാണിക്കുന്നല്ല, സ്ക്രീനിൽ തന്നെ കാണിച്ചിട്ടുണ്ട്, കണ്ടത് കൂട്ടിക്കോ. മറ്റൊന്ന്, ഇവിടെ രണ്ടാം പടച്ചവനാണ് അല്ലെങ്കിൽ ഈ ലോകമൊക്കെ നിയന്ത്രിക്കുന്നത് അലി റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറഞ്ഞപ്പോൾ അത് എത്രത്തോളം മോശമാണ് എന്നുള്ള രൂപത്തിലാണ് അവിടെ പ്രതികരിച്ചത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. എന്നാൽ ഇവിടെ ഒരു മാനസിക രോഗിയായ ഒരു മനുഷ്യനാണ് ഇവിടെ ലോകം നിയന്ത്രിക്കുന്നതെന്ന് അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. ആരാണ് പറഞ്ഞേക്കുന്നത്? അത് ഇയാളുടെ ഉസ്താദ് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് നൗഷാദ് ഹസനെയാണ് അത് വിശദീകരിക്കുന്നത്. ഇനിയുള്ള ഭാഗം, ഈ ഭാഗത്ത് തന്നെ കാന്തൂർ AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ ഭാഗവും ഇവിടെ വരാനുണ്ട്. കുറച്ചൊക്കെ നീണ്ട ഒരു വീഡിയോ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നൗഷാദ് പറയാനായിട്ട് ഇങ്ങനെ പൊറുതിയടിക്കുന്നുണ്ട്. അപ്പോൾ AP ഉസ്താദ് മുശ്രിക്കായി എന്നാണ് പേരോട് പറഞ്ഞത് എന്നൊക്കെയാണ് പറയണത്. ഒന്ന് കേട്ടോക്കാ നിങ്ങൾ. AP ഉസ്താദ് മുശ്രിക്കായി പോയില്ലേ ഈ ഗണത്തിൽ? മാത്രല്ല AP ഉസ്താദ് ഇപ്പോൾ അസുഖമായി, കുറച്ചു കാലം അസുഖമായി, ഒന്നിങ്ങോട്ട് ശരിയായി. മർക്കസിൽ ആദ്യം പ്രസംഗിക്കുകയാണ്, ആദ്യത്തെ പ്രസംഗം. അതിൽ ഉസ്താദ് പറഞ്ഞ എന്താ? ശൈഖുന ഖുതുബുൽ ആലം, മുദബ്ബിറുൽ ആലം. ഒരേ അർത്ഥത്തിനാന്ന് അറിയാത്തവരില്ലല്ലോ. കേട്ടോളൂ, AP ഉസ്താദിന്റെ പുതിയ പ്രസംഗം പോലും അതല്ലേ. പ്രിയമുള്ളവരെ, ചെറിയ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ കട്ടായത്. ഇൻഷാ അല്ലാഹ് എന്തായാലും വീഡിയോ പൂർത്തീകരിക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റൊന്നുമില്ല, കറണ്ടിന് പോയതാണ്. ഇടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇൻഷാ അല്ലാഹ് വീണ്ടും വരും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ നൗഷാദ് ഹസനി പറഞ്ഞത് എന്താണ്? അങ്ങനെയാണെങ്കിൽ AP ഉസ്താദ് മുശ്രിക്കായില്ലേ ഇപ്പോൾ എന്നാണ് ചോദിച്ചത്. AP ഉസ്താദ് എന്താ പറയണേ എന്ന് നോക്കാമെന്നും പറഞ്ഞ് കാണിച്ചു തരുന്നുണ്ട്. എന്താണ് നോക്കി നോക്കാണി, കണ്ടോക്കാണി. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ശൈഖുന ഖുതുബുൽ ആലം CM അബൂബക്കർ മുഹമ്മദ് അബൂബക്കർ ഷെയ്ഖ് മടവൂർ ഷെയ്ഖ് നമ്മുടെ ഈ ഇരിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും വന്ന് അവിടുത്തെ ഹേദ് സുജൂദ് ചെയ്ത് ഇങ്ങനെ കുറച്ച് കല്ലെടുത്തിട്ട് അങ്ങോട്ട് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ എറിഞ്ഞു എന്നിട്ട് പറഞ്ഞു അതൊക്കെ നമുക്കുള്ളതാട്ടോ. അങ്ങനെ ആ സ്ഥലമൊക്കെ ഒന്ന് നമ്മളെ കയ്യിലുള്ളത്, കല്ലെറിഞ്ഞ സ്ഥലമൊക്കെ നമ്മളെ കയ്യിലുണ്ട്, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോ ഖുതുബുൽ ആലം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. മാത്രല്ല പിന്നീട് അപ്പോൾ എന്താണെന്നുള്ളത് ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല, നൗഷാദ് ഹസൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഖുതുബുൽ ആലം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നൗഷാദ് ഹസൻ വിശദീകരിക്കുന്നത്. പരിമിതി കാരണം കൊണ്ട് നൗഷാദ് ഹസൻ പറയട്ടെ. അപ്പോ ഖുതുബുൽ ആലം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. മാത്രല്ല പിന്നീട് പറഞ്ഞു വരുന്നത് മർക്കസ് വരെ മഹാനരായ ശൈഖുൽ മശായിഖ് മടവൂർ ശൈഖുനായുടെ കറാമത്താണെന്നാണ്. അപ്പോൾ AP ഉസ്താദ് ഇപ്പോഴും ആ ഖുതുബുൽ ആലം മുദബ്ബിറുൽ ആലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനിടയ്ക്ക് AP ഉസ്താദ് എന്താ പറഞ്ഞെന്നുള്ളത് നൗഷാദ് ഹസൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി മടവൂർ ഖാഫിലക്കാരുണ്ടല്ലോ, അയാൾ ഖുതുബുൽ ആലം എന്നുള്ള ആ ഒരു വിഷയം കൊണ്ട് ഏതോ ഒരു കാക്കാൻ്റെ അടുത്ത്, ഒരു മൊയ്ലിയർ കാക്കാൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. എന്താ പറഞ്ഞത് കേട്ടോക്കാം. ഖുതുബുൽ ആലം എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. എന്നോട് പറഞ്ഞത് ഖുതുബുൽ ആലം എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഓരോ ഹാദിയുമായിട്ട് കുറേ കാലം സേവനം ചെയ്ത വഫാത്ത് വരെ കൂടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട വൈദ്യത്തിൽ യൂസുഫ് തങ്ങൾ എൻ്റെ അനുജന്റെ അമോഷനാണ്. മൂപ്പര മകളെയാണ് എൻ്റെ അനുജൻ കല്യാണം. സംസാരത്തിൽ സംസാരിച്ചത് CM എന്നാണ് പറയുമ്പോൾ ഖുതുബുൽ ആലം എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനത്തെ പക്ഷെ അത് അങ്ങനെ പറഞ്ഞ ഖുതുബുൽ ആലാണ് അങ്ങനെ പറയണം എന്നോട് പറഞ്ഞതാണ്.
ആണല്ലേ? വൈലത്തൂർ യൂസുഫ് തങ്ങൾ പറഞ്ഞതാണ്. പിന്നെ ബഹുമാനപ്പെട്ട നമ്മളെ ഉസ്താദ് ഷെയ്ഖ് സുൽത്താൻ എ പി ഉസ്താദ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ കുത്തുബുൽ-ആലം എന്നുള്ള. ഉസ്താദിന്റെ ഈ സുഖമില്ലായ്മ കഴിഞ്ഞിട്ട് എണീറ്റപ്പം അതിന്റെ മുമ്പ് സുഖമില്ലായ്മല്ല, വലിയൊരു പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് സ്വപ്നം ദർശിച്ചതും അത് പോയിട്ട് ഒരു ആളെ കൊണ്ടുപിടിച്ചിടുന്നതൊക്കെ കണ്ടിട്ട് സ്വപ്നം അന്ന് ഉസ്താദ് ആ വിഷയം സംസാരിക്കണം. കുത്തുബുൽ-ആലം എന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. കുത്തുബുൽ-ആലം എന്ന് ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അത് പിന്നെ കുഴപ്പമൊന്നുള്ള കാര്യമല്ല. അത് ഓരോരുത്തർക്ക് ദർജ, ഓരോരുത്തരുടെ ദർജ ഓരോരുത്തർ അറിയുന്ന ആളുകൾക്കല്ല അത് അറിയുള്ളൂ. നമുക്ക് കുത്തുബുൽ-ആലം ഷൈഖുന അതിനേക്കാൾ വലുതാണ് ആയിരിക്കാം. ഞമ്മക്കതിനെ പറ്റി ഞമ്മക്ക് അറിയുന്നൊരു പരിധി നമ്മളെ മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നാലേ നമ്മൾ പറയേണ്ടതുള്ളൂ. പിന്നെ അതിലപ്പുറം കണ്ട് താഴോട്ട് നമ്മൾ ചിന്തിക്കേണ്ടതില്ല, മേലോട്ടല്ലേ ചിന്തിക്കേണ്ടത്. ഒരാളെ പറ്റി നല്ലതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ, അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. അപ്പൊ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന, നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്ന ആള് ആ ഒരു കുത്തുബുൽ-ആലം എന്ന് പറഞ്ഞാൽ പിന്നെ അത് കുത്തുബുൽ-ആലം എന്നുള്ളത് നമ്മൾ എന്താക്കേണ്ടതില്ല. എനിക്കത്ര ആവശ്യമുള്ളൂ. എന്നോട് ഇന്ന് വരെ ആരും പറയും ഞങ്ങൾ കുത്തുബുൽ-ആലം എന്ന് പറയണ്ടെന്ന് എന്നോട് ആരും ഇന്നല്ല പറഞ്ഞിട്ടില്ല. അത് മൂല്യരാക്കാന്ന് പറഞ്ഞിട്ട് ചെറിയ ചില്ലറക്കാരനൊന്നുമല്ല, ഏതൊരു ഷറഫുദ്ദീൻ ജമലുല്ലൈലി തങ്ങളാണ് കാന്തപുരം സംസ്ഥ വിഭാഗത്തിൻ്റെ. അപ്പോൾ കുത്തുബുൽ-ആലം ആരാ പറഞ്ഞെന്നുള്ളതാണ് അവിടെ വിശദീകരിച്ചത്. ഇനി വേറൊരു മൊയ്ലിയരുണ്ട്. ഇത് ഒരു മൊയ്ലിയർ മൂപ്പര് കോട്ടൊക്കെ ഇട്ടിട്ട് യൂട്യൂബിൽ നിന്നിട്ട് ഇങ്ങനെ തള്ളണ മൊയ്ലിയരാണ്. മൂപ്പരും പറയുന്നുണ്ട്, എന്താ പറയണത്, ആന കുത്തുബുൽ-ആലെന്ന് CM പറഞ്ഞിട്ടുണ്ട് എന്ന്. കേട്ടോ കാണി, അവര് പറഞ്ഞതാണ്. അവരെ മുഹിബീങ്ങളും അവരെ മുരീദന്മാരല്ല പറഞ്ഞത്, അവര് തന്നെ പറഞ്ഞു അന ഖുത്ബുൽ-ആലം, ഞാനാണ് ലോകത്ത് നിയന്ത്രിക്കുന്നത്. ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങുന്നില്ല. ഉപ്പാപ്പ പറഞ്ഞതാ. അല്ലാഹു അവിടുത്തെ മദദ് നൽകട്ടെ, മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെന്താ ആമീൻ പറയാത്ത? ആമീൻ പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നുകൂടെ ആമീൻ പറയും, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഉപ്പാപ്പാനെ മുറുകെ പിടിച്ചോളി. ഉപ്പാപ്പ നമ്മൾ വിചാരിച്ചതുപോലെ. അപ്പോൾ ഇവർ ഒക്കെ പറഞ്ഞത് ഞാൻ കുത്തുബുൽ-ആലം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന തള്ളു വീരൻ സ്വപ്നജീവി മുഹമ്മദ് പകര ഹസനി പറഞ്ഞത് എന്താണെന്നറിയോ, മൂപ്പരൊന്ന് അശ്രദ്ധയിലായാൽ, മൂപ്പരൊന്ന് മയങ്ങിപ്പോയാൽ, കണ്ണടച്ച് പോയാൽ, ഒന്ന് ഉറങ്ങിപ്പോയാൽ ഫ്ലൈറ്റുകളൊക്കെ കൂട്ടിമുട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കഥ കേട്ടോളി നിങ്ങൾ. ഹലറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖുന പറഞ്ഞ വാർത്ത, ഷെയ്ഖുനൊന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖുന പറഞ്ഞ വാർത്ത, ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖുന പറഞ്ഞ വാർത്ത, ഷെയ്ഖുനൊന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയന്റെ, ഒരു മഹാന്റെ, ഒരു റൂഹിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹ് ഏൽപ്പിച്ചതാണ്. അതൊരു ലോകമാണ്. അപ്പൊ ഹദറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ് ഷെയ്ഖുനാക്കൾ. എന്നിട്ട് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കുന്നു, ഉമ്മുൽ കിതാബിലേക്ക് നോക്കുന്നു. ഉമ്മുൽ കിതാബ് ലൗഹുൽ മഹ്ഫൂദ് ഒന്നാണെന്ന അഭിപ്രായം വേറെയുണ്ട്. രണ്ടിലേക്ക് നോക്കി അതിലുള്ളത് മുഴുവനും പറയാൻ അവർക്ക് കഴിയും. പക്ഷേ അതിൽ നിന്ന് കോടിയിലൊന്ന് നമ്മുടെ മുമ്പിൽ പറഞ്ഞ്, അതാണ് നമ്മൾ ഭയങ്കര ആശ്ചര്യമായി തന്നെ നമുക്ക് കാണുന്നത്. അപ്പോൾ മുഹമ്മദ് പകരാസനി പറഞ്ഞതും കേട്ടില്ലേ. ഇനി ഇവരുടെ തന്നെ കൂട്ടത്തിലുള്ള വേറൊരു മൊയ്ലിയർ പറഞ്ഞത് എന്താണെന്നറിയോ, CM മടവൂര് എന്ന് പറയുന്ന മനുഷ്യൻ ലോകം നിയന്ത്രിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. കേട്ടോ കാണി, അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ മഹാന്മാരാണ്. അവർക്ക് എല്ലാ കഴിവും അല്ലാഹു കൊടുക്കും. സുന്നത്ത് ജമാഅത്ത് ദീൻ പഠിച്ചവർക്കറിയാം, ഇസ്ലാമിന്റെ ഉസൂല് പഠിച്ചവർക്കറിയാം. മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള് ലോകം നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് കുഴപ്പമുള്ളത്? മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള് ലോകം നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കണക്കും കയ്യുമില്ലാതെ കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചതല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇതുവരെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ. ഇനി പേരോട് തന്നെ ഇത് ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോഴുള്ളൂ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയാം. കേട്ടോ കാണി, ലോകോട്ടാകെ നിയന്ത്രിക്കാൻ അലി ഇബ്നു അബീ താലിബിനെ ഏൽപ്പിച്ചു. ഫഹുവൽ ഖാലിഖു സാനി. അതുകൊണ്ട് അലി ഇബ്നു അബീ താലിബ് രണ്ടാം പഠിച്ചവൻ. അലി ഇബ്നു അബീ താലിബിനെ ഏൽപ്പിച്ചത് പോലും മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാർ കർശനമായിക്കൊണ്ടും അത് തിരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ മൊയ്ലിയാക്കന്മാരെ പണി എന്താണെന്നറിയോ, അന്ന് റാഫിലിയാക്കൾ, അന്നത്തെ ഷിയാക്കൾ, പിഴച്ച വിശ്വാസക്കാർ എന്താണോ പറഞ്ഞത് അതിനേക്കാൾ പിഴച്ചത് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന. അലി ഇബ്നു അബീ താലിബ് എന്തായാലും
പണ്ഡിതനാണ്, പ്രവാചകൻ്റെ അനുചരനാണ്, ഔലിയ ആണ്, ഇസ്ലാമിൻ്റെ ഖലീഫയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമോളുടെ ഭർത്താവാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയുടെ മകനാണ്, ഒരുപാട് പവിത്രത ഉണ്ട്. എന്നിട്ട് പോലും അത് ഇസ്ലാമിക ലോകം അംഗീകരിച്ചിട്ടില്ല. വലിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ പോലും പണ്ഡിത ലോകം അത് കർശനമായിട്ടും എന്താണ് ഉസൂല്, എന്താണ് സ്വഹീഹായ ഹദീസ്, എന്താണ് പരിശുദ്ധ ഖുർആൻ പരാമർശിച്ചത്, പഠിപ്പിച്ചത്, അധ്യാപനം നടത്തിയത്, അതിൽ നിൽക്കുകയാണ്. എന്നാൽ ഇവിടെ നിസ്കരിക്കാത്ത, പോലിക്കാത്ത മാനസിക രോഗത്തിൽപ്പെട്ട ഒരാളെ അയാളെ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കാണിച്ചത്. ഇനി പ്രിയമുള്ളവരെ, ഈ പറയപ്പെട്ട ഈ നിസ്കരിക്കാത്ത, നോമ്പോലിക്കാത്ത ഈ മനുഷ്യനെ അല്ല തന്നെയാണെന്ന് തോന്നിപ്പോകുമെന്ന് പറഞ്ഞാൽ ഈ CM മടവൂർ പടച്ചവനോ എന്ന് തോന്നിപ്പോകുമെന്ന് മജീദ് മൊയ്ലിയർ പറയേണ്ടത് ഈ കാന്തപുരം സംസ്ഥയിലത്തെ മൊയ്ലിയർ തന്നെയാണ്. കേട്ടോ നിങ്ങൾ ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവൻ്റെത് തന്നെയാണ്, പടച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് ഈ സാധനം അള്ളാഹു നമുക്ക് തന്ന ഈ കൽബ് പ്രകാശിപ്പിച്ചെടുത്താൽ അങ്ങനെ ഉയരാനും വളരാനും കഴിയും. ആ രൂപത്തിൽ ഉയർന്ന് വഫാത്തിന്റെ തൊട്ടമുണ്ട് അവിടുന്ന് ചെല്ലിയതും പറഞ്ഞതും ഇവിടുന്ന് യാത്രയാണെന്നൊക്കെ ബോധ്യമായതൊക്കെ ഇവിടെ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. അപ്പോൾ ഇതുവരെയുള്ള മൊയ്ലിയാക്കന്മാർ പറഞ്ഞത് മൊത്തം പൊള്ളാണ്, കരിമ്പൊള്ളാണ്, തള്ളാണ്, മായാവിത്തള്ളാണ്, മായാവിക്കഥയാണ്, കള്ളക്കറാമത്താണ്, കറാമത്ത് ചൂഷണമാണ്, ആത്മീയ ചൂഷണമാണ് എന്നുള്ളതിൽ ഇത് കേട്ട ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ട് എന്നാണ് നിങ്ങളുടെ ആ ഒരു ഉത്തരമെങ്കിൽ കേട്ടോളി. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ പറയുന്നതെല്ലാം തള്ളിക്കളയുന്നുണ്ട്. കേട്ടോളി. ഇത് ബാധിച്ചവരാണ് റാഫിളത്ത്, പിഴച്ചുപോയവരാണ്. ഇതുപോലെ ചില ഔലിയാക്കൾ പടച്ചോനാന്ന് പാട്ടുപാടുന്നവരില്ലേ, അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹ് ഔലിയാക്കളെ സംബന്ധിച്ച് വേണ്ടാത്തത് പറയുന്നവരില്ലേ, ആ ഔലിയാക്കൾ ഒരു കാലത്തും പൊരുത്തപ്പെടാത്ത വാചകങ്ങൾ. അത്തരം ആശയങ്ങളും പുത്തൻ പ്രസ്ഥാനമാണ്, പുത്തൻ ആശയമാണ്, വ്യാജമാണ്. അങ്ങനെയുള്ള വ്യാജക്കാരനായാൽ അല്ലെങ്കിൽ പുത്തനാശയക്കാരനെ ചേർത്ത് പിടിച്ചാൽ അള്ളാഹുവിന്റെ ലാനത്തുണ്ട്, വൽ മലായിക മലക്കുകളുടെ ലാനത്തുണ്ട്, സർവ്വജനങ്ങളെയും ലാനത്തുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാ ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ല. അവന്റെ ഒരു ഫർളും ഒരു നിസ്കാരവും അള്ളാഹു കബൂൽ ചെയ്യൂല, ഒരു സുന്നത്തും അള്ളാഹു കബൂൽ ചെയ്യൂല. എന്തേ പറഞ്ഞത്? അവരുടെ ഒരമലും അല്ല കബൂൽ ചെയ്യൂല, അവരൊരു സുന്നത്തും അല്ല കബൂൽ ചെയ്യൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ ഈ പറയുന്ന മൊയ്ലിയാക്കന്മാരെ വളരെ വളരെ സിമ്പിളായിക്കൊണ്ട് അവർ പറഞ്ഞ വിവരക്കേടാണ്, തള്ളു കറാമത്തിൻ്റെ, പടുജഹാലത്തിൻ്റെ, മായാവി കഥയുടെ ഉസ്താക്കന്മാരാണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കുക സഹോദരന്മാരെ, ഇവിടെ കുറ്റം പറയല്ല, സത്യം പറയുകയാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് മുൻപ് കാണിച്ചാണ്. മുൻപത്തെ വീഡിയോകൾ ഒരിക്കൽ കൂടി നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.